ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിലായിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ പങ്കുവയ്ക്കാമെന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോൾ അതുകൊണ്ടത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് കമ്പ്യൂട്ടർ എന്ന പദം നമ്മൾ പറയുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഉണ്ട് ഹയർ ലെവലിൽ. അപ്പോൾ അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് എന്ന് വേണം പറയാനാണ്. അപ്പം അത് കാൽക്കുലേറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് കമ്പ്യൂട്ടറിനെക്കാളും മുമ്പ് ഇറങ്ങിയതാണ് കാൽക്കുലേറ്റർ. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെയും പഴയ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോഴത്ത് ഇപ്പോൾ ചൈനയിൽ അബാക്കസ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചായിരുന്നു. അബാക്കസ്, ABACUS, അബാക്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സാധനമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളിലെ സ്ലേറ്റിനകത്തില്ല കുറേ ഗോളികളൊക്കെ ഇങ്ങനെ ഇട്ട് ആ കമ്പിക്കകത്ത് കുറേ കോർത്തിട്ട് ഗോളികൾ പോലെ ആ സ്ലേറ്റിനകത്തുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കണക്കുകളൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സിസ്റ്റം ചൈനക്കാർ പണ്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഈ പറഞ്ഞ അബാക്കസ് പോലുള്ളൊരു സാധനം, അതാണ് കാൽക്കുലേറ്ററിൻ്റെ ഒരു മുന്നോടി എന്ന് പറയാം. പിന്നീട് അത് കാൽക്കുലേറ്ററായിട്ട്, ഡിജിറ്റൽ കാൽക്കുലേറ്ററല്ല ഇലക്ട്രോണിക് കാൽക്കുലേറ്ററായിട്ട് മാറി. പിന്നെ അത് കൂടാതെ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ യുഗത്തിലേക്ക് വന്നു. അപ്പം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അമേരിക്കയിലാണ്. അപ്പം അതിൻ്റെ പിതാവ് ആരാന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൂടെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്നാൽ കേരളത്തിൽ കമ്പ്യൂട്ടർ വന്ന എന്നാന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് 1985 ആണ് കേരളത്തിലേക്ക് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വരുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവർക്കും അതൊരു പുതിയൊരു അറിവായിട്ടാണ് കമ്പ്യൂട്ടർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ പല ബാങ്കുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചിന്നക്കട ഉണ്ടായിരുന്നു, സെൻട്രൽ ബാങ്ക്. അപ്പോൾ അതുപോലുള്ള അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ എംപ്ലോയീസ് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും വഴിയിലിറങ്ങി പുറത്തിറങ്ങിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് 1985 ഈ ഒരു പ്രതിഷേധം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ അന്ന് പ്രായമുള്ള എംപ്ലോയീസാണ് കൂടുതലും ഉള്ള ഒരു സ്ഥാപനത്തിൽ, അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വരുന്നതോടുകൂടി എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രവണത, ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു ഭയമായിരുന്നു മനസ്സിൽ കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്ക്. ഇതൊന്നും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, ഞങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള കാൽക്കുലേഷനൊക്കെ മതി, ആ ബുക്കിനകത്ത് മാനുവലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോളാം, കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ജോലി നഷ്ടപ്പെടും. ഇങ്ങനൊരു ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ വളരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ അതുകൂടനീളം പലയിടത്തും ഉണ്ടായേക്കാം ഈ പറഞ്ഞ പോലെ. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാനീ പറയുന്നത്. അപ്പോൾ 1985 അന്ന് കമ്പ്യൂട്ടർ ഇറങ്ങും അതിൻ്റെ വില ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപ വിലയാണ് ഒരു സാധാരണ ഒരു CPU മോണിറ്ററും കീബോർഡും ഒക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ. അന്ന് മൗസ് എന്ന് പറഞ്ഞ സാധനം കേട്ടുകേൾവി പോലും ഇല്ല, അന്ന് ആ ടെക്നോളജി ഇറങ്ങിയിട്ടില്ല. അപ്പം അന്ന് ഓടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IBMൻ്റെ ഡോസ് എന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പിന്നെ ഡയറക്ടർ ആരായിരുന്നു, ഫിലിപ്പ് ഖേൻ എന്നും പറഞ്ഞ ഒരാളായിരുന്നു, ഫിലിപ്പ് ഖേൻ. അപ്പം പിന്നെ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും IBMൻ്റെ PC ഡോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്, ഈ പറഞ്ഞ പോലെ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല MS ഡോസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നമ്മൾ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറേ കമാൻഡുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോപ്പി ഡിസ്കിനകത്ത് ഫയലുകൾ കോപ്പി ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഫയലുകളെ മൂവ് ചെയ്യാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ അതിന് ശേഷം അനേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലത് പിന്നെ LAN എന്ന് പറഞ്ഞ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ WAN എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒത്തിരി നെറ്റ്വർക്കുകൾ വന്നു. അപ്പോൾ LANനകത്ത് നൊവേൽ നെറ്റ്വെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പിന്നെ നെറ്റ്വർക്ക് ഇങ്ങനെ സിസ്റ്റമായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഒരു ശൃംഖലയായിട്ട് ബന്ധിപ്പിച്ച് അതിനെ ഒരു ഓഫീസിനുള്ളിൽ ഇരുന്നു കൊണ്ട് പലർക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതിനകത്തൊരു സെർവർ കാണും ഈ പറഞ്ഞ പോലെ.
അപ്പോൾ അത് ഡെഡിക്കേറ്റഡ് സെർവറെന്നും, സെർവറിനെ കുറിച്ച് പറയുന്നത് ഡെഡിക്കേറ്റഡ് സെർവറെന്നും നോൺ ഡെഡിക്കേറ്റഡ് സെർവറെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടുതൽ ടെക്നോളജിക്ക് സ്ഥലത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഉണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ സെനിക്സ്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നത് യുണിക്സ് വന്നതിന് ശേഷം യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ബെൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന അവരിറക്കിയ ഒരു യുണിക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിനുശേഷം സെനിക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു. പിന്നെ അതിനുശേഷം ലിനിക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു. LINUX ലിനിക്സ്. സെനിക്സ് എന്ന് പറഞ്ഞാൽ XENIX സെനിക്സ്. അപ്പോൾ അങ്ങനെ അനേകം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ വന്നു. ഇതുകൂടാതെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് മൈക്രോസോഫ്റ്റ് കൊണ്ടുവരികയും, അപ്പോൾ അത് നമുക്കൊരു ബിൽഡിങ്ങിനകത്ത് ഉള്ള ഒരു വലിയ സ്ഥാപനത്തിനകത്ത് എംപ്ലോയീസിന് കംപ്ലീറ്റ് അതിന് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും പറഞ്ഞ് അങ്ങനെ സംഗതി വന്ന് വിൻഡോസ് നെറ്റ്വർക്കിംഗ് എന്നൊക്കെ വേണം നമ്മളതിനെ വിളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ അനേകം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പല കാര്യങ്ങളും ഉപയോഗിക്കാനും. അപ്പം അത് ഈ പിന്നെ യുണിക്സ്, ലിനിക്സ് ഇതുപോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മിനി കമ്പ്യൂട്ടറിലായിരുന്നു. അതുപോലെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ. മെയിൻ ഫ്രെയിം എന്ന് പറയുമ്പോൾ അതുപോലുള്ള നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ കമ്പ്യൂട്ടർ, അപ്പം അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ക്രേ XMP എന്നൊക്കെ പറയും. അതുപോലുള്ള ചില സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിലെല്ലാം ഈ പറഞ്ഞ യുണിക്സ്, ലിനിക്സ്, സെനിക്സ് ഇതുപോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അത് വളരെ പവർഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരുന്നു. അതുപോലെ നമ്മൾ പിന്നെ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം MS വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, പിന്നെ അതുപോലെ കാൽക്കുലേഷൻ പർപ്പസിന്, അക്കൗണ്ടിങ് പർപ്പസിനും, അപ്പോൾ ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകളും, അതായത് പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് എക്സലായിരുന്നു. അപ്പം പിന്നെ ഇതിനു മുമ്പ് മൈക്രോസോഫ്റ്റ് എക്സൽ വരുന്നതിന് മുമ്പ് ലോട്ടസ് 123 എന്നും പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ ഈ കാൽക്കുലേറ്റർ, സൂപ്പർ കാൽക്കുലേറ്ററിൻ്റെ ഈ ഒരു രീതി, അതിനെ പറയും എക്സൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സൂപ്പർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ, അത് മാത്സിൽ നമുക്ക് പിന്നെ സങ്കല്പിക്കാൻ പറ്റുന്ന ഏതുള്ള, അത് സൈൻ ആയിക്കോട്ടെ, കോസ് തീറ്റ, വാട്ടെവർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കോംപ്ലിക്കേറ്റഡ് മാത്സ്, അത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് MS എക്സൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോട്ടസ്. അപ്പോൾ ലോട്ടസാണ് ആദ്യമേ വന്നത്. ഈ പറഞ്ഞ ഞാനൊക്കെ അന്ന് പഠിച്ചു തുടങ്ങുന്ന കാലത്ത്. അപ്പോൾ 1985 ഞാനും കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൽ കമ്പ്യൂട്ടർ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ അന്ന് ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു 20 MB ഹാർഡ് ഡിസ്ക്കാണ് അന്ന് അവൈലബിൾ ആയിരുന്നത്. അപ്പം 20 MB ഒരു ഹാർഡ് ഡിസ്ക്. അപ്പം നേരത്തെ ഹാർഡ് ഡിസ്കും ഇല്ലായിരുന്നു, ഹാർഡ് ഡിസ്ക് പിന്നീട് വന്നതാണ്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഹാർഡ് ഡിസ്ക് പോലും പിന്നെ രംഗത്തേക്ക് ഇറങ്ങിയത്. അന്നൊരു 20 MB ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു 40 MB ഹാർഡ് ഡിസ്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 40,000 രൂപ വില വരെ ഉണ്ടായിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആൾക്കാർ അത് ഓടി നടന്ന് എന്നോട് ചോദിക്കുമായിരുന്നു, മാത്യു ഇങ്ങനെ ഒരു 20 MB ഒരു ഹാർഡ് ഡിസ്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു 40 MB ഹാർഡ് ഡിസ്ക് കിട്ടുമോ, അത് ഞാനൊരു 40,000-40,000 രൂപ വരെ ചിലവാക്കാം എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ടെക്നോളജി കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി അങ്ങോട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് വന്നു. അപ്പോൾ ഹാർഡ് ഡിസ്ക് വരുന്നതിന് മുമ്പാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, സാധാരണ ഒരു ഫ്ലോപ്പി ഡിസ്കിനകത്ത് ഇട്ടിട്ട് പിന്നെ ഫ്ലോപ്പി ഡിസ്കിനകത്ത് ഇട്ടതിന് ശേഷം പിന്നെ അങ്ങനെ പിന്നെ അത് വെച്ച് ബൂട്ട് ചെയ്യുമായിരുന്നു. ആ ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എന്നിട്ട് അതിന് ശേഷമായിരുന്നു അത് കമ്പൈൽ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കമ്പൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത് ബേസിക് ആവാം, ക്വിക്ക് ബേസിക് ആവാം, വിഷ്വൽ ബേസിക് ആവാം. അപ്പോൾ അതുപോലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ ചെയ്തൊരു സോഫ്റ്റ്വെയറിനെ അതിനെ കമ്പൈൽ ചെയ്ത് മെഷീൻ കോഡിലോട്ടാക്കും. അതായത് സാധാരണ അതിൻ്റെ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലോട്ട്. അപ്പോൾ മെഷീൻ കോഡിലോട്ട് ആക്കുന്നതിന് മുമ്പ് അത് ഒബ്ജക്റ്റ് കോഡെന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഒബ്ജക്റ്റ് കോഡിൽ നിന്നും മെഷീൻ കോഡിലേക്ക് ഒബ്ജക്റ്റ് കോഡായിട്ട് അത് .obj എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനുള്ള ഒരു ഫയലാക്കി മാറ്റി പിന്നെ അതിനെ exe അല്ലെങ്കിൽ കോം എന്ന് പറയുന്ന മെഷീൻ കോഡിലോട്ടാക്കി. അപ്പോൾ എന്തിനാ ഈ മെഷീൻ കോഡിലോട്ട് ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഴ്സ് കോഡിൻ്റെ ഒരു ടെക്നോളജി എന്താ, അതിൻ്റെ സീക്രട്ട് എന്താണ്, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ അത് കണ്ടുപിടിക്കരുത്. അപ്പോൾ അതിന് മെഷീൻ കോഡ് ആക്കി കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സായിട്ട് മാറും, 0 and 1 എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാണ് ഈ പറഞ്ഞ കമ്പൈലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കമ്പൈലേഴ്സും കാര്യങ്ങളും ഓരോ കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട്. ഓരോ ലാംഗ്വേജിനും ഓരോ കമ്പൈലേഴ്സ് ഉണ്ട്.
അപ്പോൾ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പോലെ, അത് തമിഴ്, അറബിക്ക് എന്ന് പറഞ്ഞ പോലെ അനേകം ഭാഷകളുള്ള പോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് അനേകം ഭാഷകൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ടറിനെ കണ്ട് ഒരു കാര്യം, ഒരു ജോലി ചെയ്യിക്കണം, ഒരു പ്രവൃത്തി ചെയ്യിക്കണം, അതിന് നമ്മൾ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതിനെയാണ് സോഫ്റ്റ്വെയർ അല്ലെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആരാണെന്ന് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമറാണ്. അപ്പോൾ ആ പ്രോഗ്രാമർ പുള്ളിയുടെ തലമണ്ട ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങനെ ഓരോ കോഡിങ് ചെയ്തും കാര്യങ്ങൾ കമ്പ്യൂട്ടർ അത് ഉപയോഗ ചെയ്യണം. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അത് പ്രോസസ്സ് ചെയ്യണം, പിന്നെ അത് ഔട്ട്പുട്ടാക്കണം എന്ന് പറഞ്ഞ പോലെ ആ ഒരു ലെവലിലോട്ട് ആ സോഫ്റ്റ്വെയറിനെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തലം, അതാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസിൻ്റെ കുറേ ഉദാഹരണം പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് ഏതാണ്ട് GW ബേസിക് എന്നും പറഞ്ഞ് ഒരു സാധനമായിരുന്നു ആദ്യമേ ഇറങ്ങിയത് പണ്ട് കാലത്ത്, ഫ്ലോപ്പി ഡിസ്കൊക്കെ ഓടുന്നത്. അതായത് അന്നുണ്ടായിരുന്ന ഫ്ലോപ്പി ഡിസ്ക് ഏതാണ്ട് പിന്നെ 3.5 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന പിന്നെ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പിന്നെ 5¼ ഇഞ്ച് 5.25 ഇഞ്ചസ് വലിപ്പം വരുന്ന ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് പഴയ ടെക്നോളജി. അത് 5¼ ഇഞ്ച് 5.25 ഇഞ്ചസ് ബൈ അങ്ങനെ സ്ക്വയറാണത്, സ്ക്വയറായിട്ടുള്ളൊരു ഫ്ലോപ്പി ഡിസ്ക്. അപ്പോൾ അതിനു മുമ്പ് പഴക്കമുള്ള ഒരു ടെക്നോളജി ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഡ്രൈവിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക്. അതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ ബഹറിനിൽ പോയ സമയത്താണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ഫ്ലോപ്പി ഡിസ്ക് അതുപോലുള്ള സിസ്റ്റം കാണാനിടയായി. അത് ഒരു അറബിയുടെ ഒരു ഗോഡൗൺ നിറയെ കമ്പ്യൂട്ടറാണ്. അത് മൊത്തം ഉപയോഗിക്കാതെ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടും അത് നശിച്ചു പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷനെ ഞാൻ കാണുന്നത്. അപ്പം പുള്ളിയുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ ആളായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം മാറ്റി ഒരു കാര്യം ചെയ്യുക, ഇത് നമുക്ക് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഹാർഡ്വെയറിൻ്റെ ആളല്ല സാറേ. അപ്പം കമ്പ്യൂട്ടർ അറബിക്ക് മനസ്സിലാവുന്നില്ല, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചു, സാറ് കാർ ഓടിക്കുന്ന ആളല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ കാർ ഓടിക്കുന്ന സാറിന് ഈ കാറ് റിപ്പയർ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഈ പറഞ്ഞ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിൻ്റെ കാര്യം. അപ്പോൾ സാറ് കാർ ഓടിക്കുന്ന എല്ലാവർക്കും അത് പിന്നെ കാറ് റിപ്പയർ ചെയ്യാൻ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം സോഫ്റ്റ്വെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ സൈഡ്, റിപ്പയറിങ് സൈഡ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് സൈഡ് അറിയണമെന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞുള്ളൊരു വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഏതാണ്ട് വ്യക്തമായി സംഗതി. എന്ന് പറഞ്ഞ പോലെ അപ്പം ഇത് ഈ പിന്നെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഒരു സൈസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് പിന്നെ 3.5 ഇഞ്ചിൻ്റെ ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു, 5.25 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു, 8 ഇഞ്ചസിൻ്റെ ഫ്ലോപ്പി ഡിസ്ക്. 8 ഇഞ്ചസ് ഫ്ലോപ്പി ഡിസ്ക് ഇവിടെയൊക്കെ ഉള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. 5.25 ഇഞ്ചിൻ്റെ പോലും പലരും കണ്ടു കാണുമില്ല. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ ടെക്നോളജി മാറി വരികയാണ്. അപ്പോൾ മാറി വന്ന് പിന്നെ അത് ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഇതിലൂടെ പിന്നെ അങ്ങനെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ആ ഒരു ഇതിലൂടെ നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി പിന്നീട് വന്നിട്ട് ഒരു ടെക്നോളജി പെൻ ഡ്രൈവ് വന്നു, പിന്നെ CD ആയി, ഹൈ ഡെഫിനിഷൻ CDകളായി. അപ്പോൾ അത് പിന്നെ VCDയിൽ നിന്ന് DVD പോയി. അങ്ങനെ ഏതാണ്ട് പിന്നെ 750 MB സൈസ് വരെ സ്റ്റോർ ചെയ്യാവുന്നൊരു സിറ്റുവേഷനിലോട്ടായി. പിന്നെ ഹാർഡ് ഡിസ്കുകളായി. ഹാർഡ് ഡിസ്ക് വന്നിട്ട് അങ്ങോട്ട് പിന്നെ ആ MB കപ്പാസിറ്റിയിൽ നിന്ന് അങ്ങോട്ട് മാറി അങ്ങോട്ട് GB കപ്പാസിറ്റിയിലേക്കായി. ഗിഗാബൈറ്റ്സ് എന്ന് പറയും, MB എന്ന് പറയുമ്പോൾ മെഗാബൈറ്റ്സ് ആണ്. അപ്പം പിന്നെ അത് അങ്ങോട്ട് പോയി ടെറാബൈറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഒരു ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024, എല്ലാം 1024ൻ്റെ കണക്കാണ്. അപ്പോൾ 1024 MB ആണ് ഒരു ഈ GB എന്ന് പറയും. അതുപോലെ 1024 പിന്നെ GB ആണ് ഒരു ടെറാബൈറ്റ് എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് അത് പോവുകയാണ്, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ. അപ്പോൾ അത് മിനി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അതുപോലുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു രീതിയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജസ് അനേകം ലാംഗ്വേജസ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടക്കം GPW ബേസിക്കിൽ നിന്നാണെങ്കിൽ തന്നെ പിന്നെ അത് സാധാരണ പിന്നെ ബേസിക് ലെവലിലോട്ട് വന്നു. പിന്നെ അതിന് അഡ്വാൻസ് ആയിട്ട് കയറി വന്നപ്പോൾ ക്യൂബ് ബേസിക് എന്നും പറഞ്ഞ് QB എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിലോട്ട് വന്നു. പിന്നെ അത് പിന്നെ ഇതെല്ലാം ഡോസ് ബേസ്ഡാണ്. അന്ന് വിൻഡോസ് എന്ന് പറഞ്ഞ സാധനമില്ല, അത് ഓർത്തോണം. പിന്നെ അത് C എന്ന് പറയുന്ന ഉണ്ടായി, പിന്നെ C++ ആയി, പിന്നെ അത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വിഷ്വൽ C ആയി.
അതുപോലെ പിന്നെ അന്ന് പിന്നെ ആ കാലഘട്ടത്തിലുള്ള DBase 2 എന്നും പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം DBase 3 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടായി. DBase 4 ആയി. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഫോക്സ് ബേസ് ആയി, ഫോക്സ് പ്രോ ആയി, പിന്നെ അങ്ങോട്ട് വിഷ്വൽ ഫോക്സ് പ്രോ ആയി. അങ്ങനെ അതിൻ്റെ അങ്ങോട്ട് പോക്ക്. അപ്പം പിന്നെ അപ്പോൾ ഈ വിഷ്വൽ പിന്നെ ചേർന്ന ബേസിക്കിൻ്റെ ഞാൻ പറഞ്ഞു, അത് വിഷ്വൽ ബേസിക് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും മൈക്രോസോഫ്റ്റ് വിട്ടില്ല. അതിനെ വീണ്ടും വിഷ്വൽ ബേസിക് .NET എന്നും പറഞ്ഞൊരു ടെക്നോളജിയിൽ, അപ്പോൾ നെറ്റ്വർക്കിംഗ് സിസ്റ്റം, നമ്മുടെ കൊമേഴ്സും അതുപോലുള്ള സൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്സ് ആപ്ലിക്കേഷനും മറ്റും ഡിസൈൻ ചെയ്യാൻ വേണ്ടി VB.NET എന്നും പറഞ്ഞുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മൈക്രോസോഫ്റ്റ് അവരുടെ ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളും മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് ഏകദേശം, അതായത് ഞാൻ ഏതാണ്ട് 1985 മുതൽ ഏതാണ്ട് ഒരു 1989-90 വരെയൊക്കെ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ ഇതിൻ്റെ പരിശീലനം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടെ ഈ പറഞ്ഞ പോലെ അഞ്ചലിലൊരു പിന്നെ ജയ്മാത കമ്പ്യൂട്ടർ എന്നും പറഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് പണ്ട് ഞാൻ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ആൻറ്റിവൈറസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ടൂൾസും കാര്യങ്ങളുമൊക്കെ എടുത്ത്, ആൻറ്റിവൈറസ് എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ ഉള്ളപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തലേ കൈയും വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ പ്രയാസത്തിലിരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇതെന്താണ് സാറേ, ഇത് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 10ഓളം കമ്പ്യൂട്ടർ പുള്ളിയുടെ ഓഫീസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇതെല്ലാം ഡെഡായിപ്പോയി സാറേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം വൈറസ് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ഒരു വൈറസിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് ഡാർക്ക് അവെഞ്ചർ എന്നും പറഞ്ഞു. അന്ന് ഏതാണ്ട് ഈ 1989 ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈറസാണ് ഡാർക്ക് അവെഞ്ചർ. അതെന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള വൈറസിനെ കുറിച്ച് ആൾക്കാർക്ക് വലുതായിട്ട് അറിവില്ലാത്തതുകൊണ്ടും, അപ്പോൾ ഈ പിന്നെ വൈറസ് എങ്ങനെ കമ്പ്യൂട്ടറിൽ കയറുന്നു എന്ന് ചോദിച്ചാൽ അത് നെറ്റ്വർക്ക് വഴി കയറാൻ അന്ന് നെറ്റ്വർക്ക് അതില്ല, ബട്ട് ഫ്ലോപ്പി ഡിസ്ക് വഴി അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് പോകും. അപ്പോൾ അത് മെയിനായിട്ട് EXE ഫയൽ അല്ലെങ്കിൽ കോം ഫയൽ ഇതുപോലുള്ള ഫയലിനെയാണ് ആദ്യമേ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് കലക്കി നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വിഷയം, അതാണ് ഈ വൈറസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വൈറസ് എന്തിനാണ് ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻറ്റിവൈറസ്, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് ആൻറ്റിവൈറസായിട്ട് അതിനെ ഇറക്കണം. ഈ പറഞ്ഞു അത് ഇറക്കുമ്പോൾ അത് സെയിലാവും, ആൾക്കാർക്ക് അതൊക്കെ ഒരു കച്ചവടമാവും, അതിലൂടെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവും, അത് ജനറേറ്റ് ആവും എന്നുള്ളൊരു ബിസിനസ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഈ വൈറസുകൾ പലതും ഈ നെറ്റ്വർക്കിൽ കൂടെ കയറ്റി വിടുന്നത്. അത് അന്ന് മുതൽ ഇന്ന് വരെയും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആൻറ്റിവൈറസ് ടൂൾ കിറ്റായിട്ട് പലതും മെക്കഫി, പിന്നെ അതുപോലുള്ള എന്താ പറയുക അവാസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള അനേകം പിന്നെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്കറിയാം പലതും. അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ ഈ ടൂൾ കിറ്റുമായിട്ട് എൻ്റെ കയ്യിൽ അന്ന് ഈ ഫ്ലോപ്പി ഡിസ്കിൽ കുറേ ഇതേപോലുള്ള ആൻറ്റിവൈറസുകളുണ്ടായിരുന്നു. അപ്പോൾ 1/2 വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസും അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, 1989. അപ്പോൾ അന്ന് ഞാൻ അതെന്ത് ചെയ്തു, അപ്പം പുള്ളിയുടെ ഈ ഓരോ കമ്പ്യൂട്ടറിനകത്തും അതിൻ്റെ ഈ ഓരോ ബൂട്ട് സെക്ടറിലും കാര്യങ്ങളിലും ഒക്കെ കയറിയ വൈറസിനെ അപ്പോൾ ഈ ഫ്ലോപ്പി ഡിസ്കെല്ലാം എടുത്ത് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് അതിനകത്ത് എല്ലാ വൈറസുകളും നിവാരണം ചെയ്ത് അങ്ങനെ അതിനെ ഇല്ലാതാക്കി. അങ്ങനെ ചില ഇതൊക്കെ സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രൈവ് എവിടെയൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചു ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ മോട്ടറൊക്കെ ഫംഗ്ഷൻ ചെയ്യാതൊക്കെ വന്നു. എനിക്ക് ഹാർഡ്വെയർ വലിയതായിട്ട് അറിയത്തില്ല, പക്ഷേ ഇതെല്ലാം തുറന്നിട്ട് നോക്കിയപ്പോൾ മോട്ടർ കറങ്ങുന്നില്ല. ഓണാക്കിയിട്ട് ആ മോട്ടർ കറങ്ങിയെങ്കിൽ ഇതിൻ്റെ ഹെഡ്, ഈ ഫ്ലോപ്പി ഡിസ്കിനകത്തൊരു ഹെഡ് പോലൊരു സാധനമുണ്ട്, അത് മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ നീങ്ങും ആ റീഡിങ് ഏരിയയിലോട്ട് എന്ന് പറയുന്ന പോലെ. അപ്പം ഇത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറിയൊരു തട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇതിൽ അനങ്ങാതെ ഉപയോഗിക്കാതൊക്കെ വെച്ചിരുന്ന കമ്പ്യൂട്ടറൊക്കെ വീണ്ടും ഫംഗ്ഷൻ ചെയ്ത് ഓടി തുടങ്ങി. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഈ 10 കമ്പ്യൂട്ടർ ഞാൻ ഏതാണ്ട് പിന്നെ റിപ്പയർ ചെയ്ത് ജീവിപ്പിച്ച് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ പുള്ളി പിന്നെ എന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹെഡാക്കി. അതുപോലെ അവിടെയുള്ള പല സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അവസരങ്ങൾ പിന്നെ പുള്ളി തന്നെ പറഞ്ഞു, ട്രെയിൻ ഞങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവരെ കൂടെ ട്രെയിൻ ചെയ്ത് കുറച്ച് ഫാക്കൽറ്റീസായിട്ട് അവരെ സ്ഥാപനത്തിൽ ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് പോയി. അങ്ങനെ പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുന്ന് പിന്നെ ബോംബെയിൽ ഞാൻ പോവുകയും, അപ്പോൾ ബോംബെ ചെന്നപ്പോഴും അന്ന് ഇവിടെ നിന്നുള്ള ഏതാണ്ട് ക്വിക്ക് ബേസിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അന്ന് ക്വിക്ക് ബേസിക്, പിന്നെ അതുപോലെ പിന്നെ വിഷ്വൽ ബേസിക്കിൻ്റെ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്ക് വിഷ്വൽ ബേസിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ പഠിച്ച ഒരു സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പുസ്തകങ്ങളും കാര്യങ്ങളും വെച്ച് സെൽഫ് അപ്ഡേറ്റ് ചെയ്ത് പോകും. എല്ലാ കോഴ്സും നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പം കുറേയൊക്കെ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയും.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഇതിനിടെ NIT ആപ്ടെക് ഇതുപോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാനിടയായി. കൊല്ലത്ത് NITയിലും ആപ്ടെക്കിൽ, പിന്നെ അതുപോലെ ബോംബെ NIT ആപ്ടെക്, പിന്നെ അതുപോലെ ബഹ്റൈനിലുള്ള ആപ്ടെക്, ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ബഹ്റൈൻ ഇൻഫോമാറ്റിക്സ്, അത് സിംഗപ്പൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള അനേകം കമ്പനിയിൽ പോയി ജോലി ചെയ്യാനിടയായി. അപ്പോൾ അതുപോലെ പിന്നെ ഈ ഏതാണ്ട് പിന്നെ ഒരു 30 കൊല്ലം കൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ആ മേഖലയിൽ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളെല്ലാം നമുക്ക് വീക്ഷിക്കാനിടയായി. അപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴതിൻ്റെ പിന്നെ ഇതൊരു ഞാൻ ബോംബെയിൽ പിന്നെ കല്യാൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിന്നെ ഒരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് വന്ന്. ഞാൻ അതിൻ്റെ സെൻറ്റർ ഹെഡായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ ബോംബെയിലും. 1-2 സ്ഥലത്ത് പിന്നെ ഒന്ന് വിത്തൽവാടിയിലും സെൻറ്റർ ഹെഡായിട്ടിരുന്ന സമയമുണ്ട് നാഷണൽ കമ്പ്യൂട്ടറിൽ. മറ്റേ പിന്നെ ഈ പറഞ്ഞ കല്യാണിൽ സീമെൻടെക് എന്നും പറഞ്ഞൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഹെഡായിട്ടിരുന്നായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് വേറൊരു വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഓണർ എനിക്കിട്ട് പാര വയ്ക്കാനുള്ള രീതിയിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ പുള്ളി പല ചോദ്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറായിട്ടുള്ള അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ബൂട്ട് സെക്ടർ, പാർട്ടീഷൻ ടേബിൾ, മറ്റേത് മറിച്ചത്, ഇങ്ങനെയുള്ള ഇൻറ്റേർണലായിട്ടുള്ള ഒത്തിരി ഡീറ്റെയിൽസിലോട്ടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ മോശക്കാരനല്ല. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുമെന്ന് ചോദിച്ചു. അതായത് നമ്മൾ ചെയ്തൊരു സോഫ്റ്റ്വെയർ മറ്റൊരാൾ അത് കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവും. ഞാൻ പറഞ്ഞു നീ ഇത് കുറേ നേരമായിട്ട് വാചകം അടിക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷൻ നിനക്കറിയാം, നീ ഒന്ന് ചെയ്ത് കാണിയതോ. ഞാൻ അവനെ വെറുതെ ചലഞ്ച് ചെയ്ത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു ടെക്നോളജി അവൻ്റെ ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവനെ അങ്ങ് ചലഞ്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്, ആ ചലഞ്ച് ഇവനെ ഏറ്റെടുത്തിട്ട് ഇത് കമ്പ്യൂട്ടറിൽ വന്ന് ചെയ്ത് കാണിച്ചു. അത് ഫോക്സ് പ്രോയിലാണ് അന്ന് അവൻ ചെയ്ത് കാണിക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുക ശരിക്കും പറയുമ്പോൾ. കാര്യം ഞാനിവിടെ കേരളത്തിൽ പഠിച്ച ഒരു സ്രാവാന്നും പറഞ്ഞാണ് ബോംബെയിൽ ചെന്നത്. അപ്പോൾ ബോംബെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഓരോ തിമിംഗലമാണ്. അപ്പം പിന്നെ I thought I was a shark in the ocean, but more on the higher side, when I saw all the whale, the തിമിംഗലം, I was shocked എന്ന് ഞാൻ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ ഒരു തിമിംഗലങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഈ സ്രാവായ ഞാനൊന്ന് വിനയപ്പെട്ടു പറഞ്ഞ പോലെ. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ അപ്പോൾ പുള്ളി ഈ സോഫ്റ്റ്വെയർ ഫോക്സ് പ്രോയിൽ ചെയ്ത് കാണിച്ചു. അപ്പോൾ എന്താ കോപ്പി പ്രൊട്ടക്ഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തൊരു സോഫ്റ്റ്വെയർ മറ്റൊരാൾക്കത് കോപ്പി ചെയ്യാനൊക്കില്ല, ആ രീതിയിലുള്ളൊരു സംവിധാനം. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു. അത് ഞാൻ എന്ത് ചെയ്യും, അപ്പം അത് മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയാണ്. പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പരമാവധി പുള്ളി ചെയ്യുന്ന കമാൻഡുകൾ എന്താണെന്ന് എൻ്റെ ബ്രെയിനിൽ ഞാൻ സ്പീഡിൽ സ്റ്റോർ ചെയ്യുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് എനിക്കറിയാം. അങ്ങനെ പുള്ളി ആ ചെയ്ത ഒരു പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ച് അങ്ങനെ പിന്നെ അത് നിമിഷ നേരം കൊണ്ട് പുള്ളി ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പോൾ അന്ന് അൺഡെലീറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, നീ പറഞ്ഞ പോലെ MS-DOSനകത്ത്. അത് ഉപയോഗിച്ച് ഞാൻ ഈ സോഫ്റ്റ്വെയർ ആക്കിയത് എങ്ങനെ അൺഡെലീറ്റ് ചെയ്ത് ഇതിനെ എടുക്കാൻ ആവുന്ന പെടാപ്പാടൊക്കെ പെട്ടെങ്കിലും നടന്നില്ല. പിന്നെ അന്ന് രാത്രി ഞാനിത് കുത്തിയിരുന്ന് പിന്നെ ഫോക്സ് പ്രോയ്ക്കകത്ത് ഇത് ചെയ്ത് മണിക്കൂറുകൾ ഏതാണ്ട് 5-6 മണിക്കൂറോളം ഞാൻ മെനക്കെട്ടിരുന്നു. അപ്പോൾ അത് രാത്രി ഏതാണ്ട് ഒരു 7 മണിക്ക് തുടങ്ങി 2 മണി 3 മണി വരെ വെളുപ്പിനെ വരെ ഇരുന്ന് ചെയ്ത് ഫൈനലി ഞാൻ സക്സസ് ആയി. അതായത് ഇന്ത്യയിലെ മിസൈൽ വിട്ടു എന്ന് പറഞ്ഞ പോലെ, അല്ലെ പിന്നെ മാർസിലേക്ക് മിസൈൽ വിട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു ടെക്നോളജി കണ്ടെത്തിയ ഒരു ആഹ്ലാദം എനിക്കുണ്ടായി. അല്ലെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് ആ ഒരു പ്രിൻസിപ്പിൾ കണ്ടെത്തിയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി വസ്ത്രമില്ലാതെ ഓടി നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ റൂമിനകത്ത് ഷട്ടർ അടച്ചിട്ടിരിക്കുന്നത് മുറിക്കാതിരുന്നുകൊണ്ട് അത് ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് തുള്ളിച്ചാടി അത് ബഹളം വെച്ചെന്നാണ് ഞാൻ പോലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നേ വരെ കിട്ടാത്തൊരു ടെക്നോളജി എൻ്റെ കയ്യിൽ കിട്ടി, അത് കാണാനൊരു യോഗം ഉണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇതേപോലെ. അപ്പോൾ അതൊക്കെ ഉദാഹരണം പറഞ്ഞാൽ ഇത് കമ്പൈൽ ചെയ്യുന്നത് ടെക്നോളജി, അതും ഈ പറഞ്ഞ പല സോഫ്റ്റ്വെയർ ആൾക്കാരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യം, എങ്ങനെ കമ്പൈൽ ചെയ്യുന്നു, ഇപ്പോൾ ക്വിക്ക് ബേസിക്കിൽ എങ്ങനെ കമ്പൈൽ ചെയ്യുന്നു, ഇതൊക്കെ 20 പേരായിട്ട് ഞങ്ങളൊരു ടീമിലിരുന്നാണ് ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെ കമ്പൈൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഇത് ഇവർ രാത്രി എണ്ണേറ്റിട്ട് ഒരു 12 മണി ബാക്കി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇതിന് ഏറ്റവും സീനിയറായിട്ടുള്ള പ്രോഗ്രാമർ ചെയ്യുന്നിട്ട് ഞങ്ങൾ ചെയ്ത ഇത് ഓരോ സോഫ്റ്റ്വെയറിനെ, ഉദാഹരണം ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ഇങ്ങനെയുള്ള അനേകം ബയോളജി, ഇങ്ങനെയുള്ള അനേകം സബ്ജക്റ്റിൻ്റെ ഈ ഓരോ പാർട്ടുകൾ ഓരോ ചാപ്റ്റേഴ്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള ആനിമേഷനാണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ അതിനെ ക്ലബ് ചെയ്ത് ടുഗദറാക്കി അത് ഒറ്റ പാക്കേജ് ആക്കുമ്പോൾ ഇത് കമ്പൈൽ ചെയ്യും. ഫൈനലി ഇത് കമ്പൈൽ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ രഹസ്യം. ഒരു ദിവസം രാത്രി ഞാൻ ഉറക്കമുളച്ച് ഇവിടെ പിന്നെ ചെന്ന് വളരെ പമ്മി ഇങ്ങനെ നിന്ന്
അങ്ങനെ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ഇത് കഷ്ടപ്പെടുന്നവനെ ഈ വിദ്യ വന്ന് ചേരുള്ളൂ. കഷ്ടപ്പാടില്ലാതെ ഒരു സാധനം വന്ന് ചേരില്ല. അപ്പം അവിടെ ഞാൻ ഉറക്കം ഉളച്ചു. ബാക്കി ഈ 19 പേരും കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഈ പറഞ്ഞ മെയിൻ സീനിയർ പ്രോഗ്രാമർ അന്നേരം ഇന്ന് കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നിൽ നിന്ന് ചെന്ന് അപ്പോൾ പെട്ടെന്ന് പുള്ളി തിരിഞ്ഞ് നോക്കിയിട്ട് ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരി, രാത്രിയിൽ മാത്രമാണ് ഈ മെയിൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ എങ്ങനെ അതിൻ്റെ സംഭവം എനിക്കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് സാധാരണ ആരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ല ഈ കമ്പൈലിംഗ് എന്നൊക്കെ പറഞ്ഞതുള്ള ഹയർ ലെവലിലുള്ള വളരെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ അങ്ങനെ ഉള്ള അനേക അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ പിന്നെ പ്രൊട്ടക്ഷനും ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെ അത് കാണാനും അത് ചെയ്തു നോക്കാനും അത് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള അനേകം ഒരു കഴിവ് സിദ്ധികളും ദൈവം എനിക്ക് പിന്നീട് തന്നു. അപ്പോൾ അതാണ് ചുരുക്കി നമ്മുടെ ഈ പറയും കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ലോകത്തിൽ നമുക്ക് ഇതുപോലുള്ള അനേക ലാംഗ്വേജ് എന്താണെന്നൊക്കെ മനസ്സിലായി. പാക്കേജ് എന്ന് പറയുമ്പോൾ വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് നമ്മൾ പ്രസൻറ്റേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു ലെക്ചർ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമുക്ക് ശരിയാ ഒരു പ്രഭാഷണം കൊടുക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനായിട്ട് നമുക്ക് അതിനെ ക്രോഡീകരിച്ചെടുത്തിട്ട്, ഉദാഹരണം പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പോക്കൺ ഹിന്ദിയെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാകും. ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വരുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ആ ഒരു പ്രസൻറ്റേഷൻ എടുത്തിട്ടാൽ മതി, അത് സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമുക്ക് പഠിപ്പിച്ചു പോകും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം മിസ്സാവില്ല ഒന്ന്. അപ്പോൾ അതാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് MS Access, അതും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലാണ്. നമ്മൾ പാക്കേജ് എന്ന് പറയുന്നെങ്കിൽ അത് പ്രോഗ്രാമിംഗ് ഒരു ലാംഗ്വേജാണ് MS Access എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഇപ്പം ഞാൻ ചെയ്ത ഹെർബോപീഡിയ എന്നും പറഞ്ഞാൽ ഹെർബലിൻ്റെ ഏതാണ്ട് 700ഓളം ഔഷധ സസ്യങ്ങളുടെ ഒരു സംഗതി ചെയ്തത്, അത് ബാക്ക് എൻഡ് അതിനകത്ത് ഡാറ്റ എല്ലാം ഇരിക്കുന്ന MS Accessലാണ്. പക്ഷേ ഫ്രണ്ട് എൻഡായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ബേസിക്കാണ്. ആ വിഷ്വൽ ബേസിക്ക് ഇരുന്നുകൊണ്ട് ഇതിനെ കോൾ ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യുക, നമ്മുടെ സ്ക്രീനിൽ വേണ്ടുന്ന രീതിയിൽ ഇതിനെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഫ്രണ്ട് എൻഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്ക് എൻഡ് നമ്മൾ ഏതാണ് ബാക്ക് എൻഡ് നമുക്ക് വേണമെങ്കിൽ ഒറാക്കിൾ ഉപയോഗിക്കാം, അതുപോലല്ല പിന്നെ സൈബേസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉപയോഗിക്കാം, MS SQL ഉപയോഗിക്കാം. പിന്നെ SQL എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. പിന്നെ അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ പ്രിൻ്റർ തന്നെ അനേകം തരത്തിലുള്ളതുണ്ട്. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഇങ്ക്ജെറ്റ് പ്രിൻ്ററുണ്ട്, ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററുണ്ട്. ആദ്യം ഇറങ്ങിയത് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണ്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ജപ്പാൻ ടെക്നോളജി അവർ കണ്ടുപിടിച്ച്, പിന്നെ അതുപോലെ പിന്നെ ലൈൻ പ്രിൻ്ററുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും അത് പ്രിൻ്റ് ചെയ്യും. അതാണ് ലൈൻ പ്രിൻ്ററിൻ്റെ പേര്. ഏറ്റവും ഫാസ്റ്റ് പ്രിൻ്റർ കൂടിയാണത്. അതൊക്കെ ഞാൻ ബോംബെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്, ലൈൻ പ്രിൻ്റർ എന്ന് പറഞ്ഞ സാധനം. അത് ഇവിടെ നിന്ന് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷേ വലിയ വലിയ കമ്പനികളിൽ കണ്ടേക്കാം ഈ പറഞ്ഞ പോലെ. അപ്പോൾ അത് പിന്നെ അതുപോലെ ഇത് പ്രിൻ്ററിൽ വെച്ച് രാജാവ് ആരാണെന്ന് വെച്ചാൽ ലേസർ പ്രിൻ്ററാണ്. അപ്പം അത് ലേസർ പ്രിൻ്ററിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കളർ ലേസർ പ്രിൻറ്റിങ് ടെക്നോളജി വരെ ഇറങ്ങി കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ആ ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അത് പിന്നെ ഒരു പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഏതാണ്ട് ഒരറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ കണ്ടു എന്ന് പറയാം. അപ്പോൾ അത് കാണാനുള്ളൊരു യോഗമുണ്ടായി. അത് ഇന്ത്യക്കകത്തും പുറത്തും, അത് ബഹ്റൈൻ, ഖത്തർ, ശ്രീലങ്ക, ഞാൻ അനേകം സ്ഥലത്ത് പോയി. അപ്പോൾ പിന്നെ ഈ ഓരോ ടെക്നോളജികൾ നമുക്ക് സ്വയം ഉപയോഗിക്കാനും, അതേ ടെക്നോളജി അപ്പം ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ DTP എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാം, ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പടങ്ങൾ ഉൾപ്പെടുത്താം, അങ്ങനെ നമ്മുടെ ഓരോ ഫോണ്ടുകൾ മാറ്റാം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കിടക്കുക. അപ്പോൾ ഇത് ഒരു ജനറലായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ കീബോർഡിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ കീ ഡിപ്രഷൻസ് പെർ മിനിറ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ KDPM പെർ മിനിറ്റ്. എൻ്റെ ഒരു KDPM ഒരു 60 KDPM ഉണ്ട്. അതായത് 60 കീ ഡിപ്രഷൻസ് പെർ മിനിറ്റ് ആണ് എൻ്റെ ടൈപ്പിംഗ് സ്പീഡ്. അപ്പോൾ ഞാൻ അത്രയും സ്പീഡിൽ 60 പിന്നെ വേർഡ്സ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ അടിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു പിന്നെ 60 വേർഡ്സ് പെർ മിനിറ്റ്. അപ്പം WPM എന്നും പറയും. അപ്പം വേർഡ്സ് പെർ മിനിറ്റ് ആണ്. മറ്റേത് കീ ഡിപ്രഷനാണ്, ഒരു അക്ഷര ക്യാരക്ടർ എന്നുള്ള രീതിയിലല്ല, അത് KDPM എന്ന് പറയുന്നത്. അപ്പോൾ 60 വേർഡ്സ് പെർ മിനിറ്റ് WPM എന്ന് പറയുന്നത്. അപ്പോൾ 60 വേർഡ്സ് ഞാൻ ഒരു മിനിറ്റിൽ അടിക്കുന്ന. അപ്പം ഞാൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ലോവർ വരെ പോയായിരുന്നു. ഹയർ എനിക്കറിയാമെങ്കിൽ ഞാൻ എൻ്റെ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പിന്നെ പോയില്ല. പിന്നെ ടൈപ്പിംഗ് സ്കൂളുകളുടെ ആ ഒരു കാലഘട്ടം അങ്ങ് കഴിഞ്ഞു. കമ്പ്യൂട്ടർ കയറി വന്നതോടുകൂടി പല ടെലഗ്രാഫ്, ടൈപ്പിംഗ് ഇതുപോലുള്ള മേഖലകളെല്ലാം തകർന്നു പോയി. അപ്പോൾ ആ ഒരു ഇതും അങ്ങനെ ഉണ്ട്.
അനേകം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രിൻറ്റിങ് ടെക്നോളജിയിൽ പഴയ അക്ഷരം പറക്കി വയ്ക്കുന്ന ടെക്നോളജികൾ നശിച്ചു പോയി. അപ്പം പഴയ ഫോണിൻ്റെ സംവിധാനങ്ങൾ, ലാൻഡ് ഫോണിൻ്റെ സിസ്റ്റം അതും എല്ലാം അതപ്പതിച്ച് അങ്ങനെ എല്ലാം പിന്നെ മൊബൈൽ ടെക്നോളജിയിലോട്ടായി. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചുരുങ്ങിയ ഒരു രീതിയിൽ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.